ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹൗസ് ടാർഗേറിയൻ്റെ ഹൗസ് ഓഫ് ഡ്രാഗൻ്റെ പുതിയ എപ്പിസോഡ് വന്നിട്ടുണ്ട്. ഓബ്വിയസ്ലി ഇത് സ്പോയിലർ ഉണ്ടാവും. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ഇനി റിവ്യൂ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഓബ്വിയസ്ലി എല്ലാം ഞാൻ പറയും. ഇറ്റ് ഈസ് വെരി ഷോക്കിംഗ്. ഫസ്റ്റ് സാധനം തന്നെ അവർ കാണിച്ചത് നമ്മുടെ ക്രിസ്ത്യൻ കോൾ പുള്ളിക്കാരനെ നൈസായിട്ട് അങ്ങനെ തട്ടിക്കളഞ്ഞ്. അവനെ മരിക്കേണ്ടവനാണ്. എനിക്കും അവന് ഇഷ്ടമൊന്നുമല്ല. ബട്ട് സ്റ്റിൽ എന്തിനാണ് അങ്ങനെ കൊന്നു കളഞ്ഞത്? ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിനെ നൈസായിട്ട് അമ്പ് വിട്ട് ചിക് 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 തീർത്ത് കളഞ്ഞു. വൈ എന്താ പൊന്നോ, ഇത്ര നല്ല ക്യാരക്ടർ ഉണ്ടായിട്ട് ഇമാർ ഇങ്ങനെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ മറ്റേ ക്യാരക്ടേഴ്സിന്റെ കാര്യം എന്താവോ ആവോ. മറ്റേ വെള്ളം മുടിയുള്ള കളവനില്ലേ, അയാൾ അവസാനം സീരീസിന്റെ എപ്പിസോഡിന്റെ അവസാനം അയാളുടെ കാര്യം ഏകദേശം തീരുമാനമായി. എന്നാലും ക്രിസ്ത്യൻ കോളിന് ഇങ്ങനെ തീർക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഐ എം വെരി ഡിസപ്പോയിന്റഡ് ഇൻ ക്രിസ്ത്യൻ കോൾസ് ഡെത്ത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവസാനം എന്താവോ ആവോ. കാരണം തുടക്കത്തിൽ ഇങ്ങനെ കയറി കയറി വന്ന എപ്പിസോഡായിരുന്നു. ഇപ്പൊ താനെ പയ്യെ പയ്യെ താഴോട്ട് പോയി. ഈ ഒരു എപ്പിസോഡും ഒരു ആവറേജ് എപ്പിസോഡായിരുന്നു. പിന്നെ അടുത്ത നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഡ്രാഗൺ റൈഡേഴ്സ് രണ്ടെണ്ണം. ഒരുത്തൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പോയി എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം എനിക്ക് കിട്ടി, ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അപ്പൊ ഭാര്യ പറഞ്ഞു, പൊടപ്പില്ലേ, നീ എനിക്ക് നിന്നെ അറിയണ്ട, ഞാൻ നോക്കിയപ്പോൾ നീ എവിടെയായിരുന്നു ഇത്രയും നാള്, ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു, നീ അവിടെ ഉന്മാദിക്കണേ എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണുമ്പോൾ എനിക്ക് ചൂടായി വിട്ട്. അയാൾ ഇത്രയും ചെയ്തത് ആ പെണ്ണിന് വേണ്ടിയാണ്, എന്നിട്ട് ആ പെണ്ണ് കാണിച്ചതാ. എന്നാലും പക്ഷെ ആ പെണ്ണിന്റെ കാര്യത്തിൽ ആലോചിച്ചാലും ഒരു ശരിയുണ്ട്. കാരണം ആ പെണ്ണ് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പെണ്ണതൊന്നും അല്ല ആഗ്രഹിച്ചത് ഇയാളുടെ കൂടെ ജീവിക്കാനായിരുന്നു, ഇതൊന്നും വേണ്ടെന്നായിരുന്നു. ബട്ട് പുള്ളിക്കാരൻ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബം നന്നായിട്ട് നോക്കണമെങ്കിൽ, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ നോക്കി ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല ആ ടൈമില്ല. അപ്പോൾ എന്തായാലും വേണം, ഈ ഒരു സംഭവത്തിലേക്ക് പോയാലേ എനിക്ക് ഡ്രാഗനെ കിട്ടിയാലേ നമ്മുടെ ലൈഫ് വേറെ ലെവലിലേക്ക് എത്തുള്ളൂ. ഒരു നല്ല ലൈഫാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. പക്ഷെ പുള്ളിക്കാരൻ നൈസായിട്ട് ചീറ്റിപ്പോയി. പാപം നമ്മുടെ ഡെയ്മന് ഈ പ്രാവശ്യം ഒന്നും കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാളെ കൊന്ന്. അതിലൂടെ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ക്വീനിന്, നമ്മുടെ മഹാറാണിക്ക് വളരെ ബാഡ് ടൈമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാവം ക്വീൻ നന്നായിട്ട് നോക്കാൻ നോക്കിയിട്ട് എല്ലാവരും കിടന്ന് കഷ്ടപ്പെടുത്തുന്നതാണ്. പുള്ളിക്കാരി എന്തോരം കാര്യങ്ങളാണ് ഇപ്പോൾ ഡീൽ ചെയ്യണത്. ഒരു മഹാറാണി ആകുമ്പോൾ എന്തൊരു ടെൻഷനാണെന്ന് അറിയുമ്പോൾ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നാട്ടുകാർ കുറെ പേര് പറയണ്, കൂടെ നിൽക്കണന്മാർ കുറെ പറയണ്, വില്ലന്മാരും കുറെ പേര് പറയണ്. കാരണം നമ്മുടെ ഹെലേന, ആ പെണ്ണൊരു കൊച്ചുണ്ടാകാൻ പോവുകയാണ്. ഒബ്വിയസ്ലി കൺഗ്രാലേഷൻ ഹെലേനക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ലല്ലോ ഈ പ്രാവശ്യം. ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ ചെയ്യാൻ ഭാവിയിൽ ഉണ്ടാവും. കാരണം ഒരു കൊച്ചുണ്ട്. പിന്നെ ആ പെണ്ണ് സ്വപ്നങ്ങളിൽ എന്തോ കാണാനും പറ്റും. അപ്പൊ ആ പെണ്ണിന് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും പുള്ളിക്കാരുടെ കയ്യിലുണ്ട്. ഒരു സംഭവം പുള്ളിക്കാരുടെ കയ്യിലുണ്ട്. മേ ബി ഫിനാലയിൽ അറിയാൻ പറ്റിയിരിക്കാം. ഈ ഫിനാലയിലൂടെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങനെ ഈ സംഭവം തീർക്കായിരുന്നു. കാരണം നമ്മുടെ മറ്റേ എന്താണ് ഈ വെള്ളമുടിക്കാരനില്ലേ, അവൻ ഡ്രാഗൻ അങ്ങോട്ട് നൈസായിട്ട് ഊക്കിയിട്ട് പോയി കളഞ്ഞ്. അവനിപ്പോ മന്ത്രവാദിനെ കൂടെയാണ്. മന്ത്രവാദിക്ക് ബേസിക്കലി എന്താ ചെയ്യേണ്ടത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പുള്ളിക്കാരിക്ക് വേണ്ടത് ത്രോണാണ്. ഇവനെ പറ്റിച്ചാൽ, ഇവനെ സോപ്പിട്ട ഇവന്റെ കൂടെ നിന്ന് ഈ ത്രോൺ അങ്ങോട്ട് കിട്ടുക എന്നുള്ളതാണ്. എനിക്ക് ആ പെണ്ണുപിള്ളേനെ ഒട്ടും പിടിച്ചില്ല. ആ പെണ്ണുപിള്ളയുടെ അഭിനയമല്ല, പുള്ളിക്കാരുടെ ക്യാരക്ടർ എനിക്ക് ഒട്ടും പിടിച്ചില്ല. നല്ല തരികിട ക്യാരക്ടറാണ്. ഒരു ഹെയ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാരക്ടറിനെ കിട്ടിയിട്ടുണ്ട്, ആ ഒരു മന്ത്രവാദിനി. ആ പെണ്ണ് മിക്കവാറും അവൻ്റെ കൈയോടെ തന്നെ ആവും. പിന്നെ നമ്മുടെ ഡ്രാഗനെ കാണാനില്ല. നമ്മുടെ മെയിൻ വില്ലൻ ഡ്രാഗനെ കാണാനില്ല. ഒരു ഡ്രാഗന്റെ പുറത്ത് കയറി പോയപ്പോൾ പെണ്ണിന് 2 തല്ലും കൊടുത്തു. ഈ പ്രാവശ്യം മറ്റേ ആണ്ടി വിളിച്ചിട്ട് ഒറ്റടി കൊടുത്ത്, നീ എന്ത് കോപ്പാണ് കാണിച്ചതെന്ന് പറഞ്ഞ്, പിന്നെ ഒരു സൗകര്യം പോലെ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് നീ വെള്ളം എന്നെ ഒമ്പിച്ചിട്ട് പോയില്ലേ എന്ന് പറഞ്ഞ് ആണ്ടി ഒരു തല്ലും കൊടുത്ത്. പിന്നെ നമ്മുടെ എൻഡിങ്ങിൽ നമ്മുടെ റാണിക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മഹാറാണി പോയി തന്നെ മോനെ കൊന്നിട്ട് വന്നുള്ളത്. ആദ്യമായിട്ടാണ് മഹാറാണി ബുദ്ധി ഉപയോഗിച്ചത്. നമ്മുടെ മെയിൻ നടി ഇത്രയും നാളും കുറെ പേരുടെ പപ്പറ്റായിട്ട് നിർണ്ണയിക്കുന്ന പുള്ളിക്കാരി ഇപ്പോഴാണ് കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് സ്ട്രാറ്റജി ആയിട്ട് ആലോചിച്ച് തുടങ്ങുന്നത്. ഒരു നല്ല ഇതും ഒരു ഭയങ്കര ഡാർക്കായിട്ട് അവസാനിക്കാൻ തന്നെയാണ് പോകുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു പാതയിലേക്ക് പോയാൽ ഓൺലി ഡിസ്ട്രക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മഹാറാണിയുടെ റൂളിങ്ങും ഈ പ്രാവശ്യം തീരുമെന്ന് തോന്നുന്നു. പിന്നെ ഏതാണ് ഉണ്ടായിരുന്നത്, നമ്മുടെ ബ്രദർ, നമ്മുടെ മറ്റേ മഹാറാണിയുടെ ബ്രദർ, ഹൈ ടവർ ബ്രദേഴ്സ്. മറ്റേ ആള് വെറും കടവുണ്ടാ. ശരിക്കും അയാൾ ഇത്രയും വലിയ സംഭവമായിട്ടാണ് തുടക്കത്തിൽ വന്നതെങ്കിലും ഇപ്പൊ അയാൾ കിടന്ന് ഛർദ്ദിക്കുന്നു കുറെ പേര് ചത്തപ്പ. അത്രയൊക്കെ ഉള്ളൂ. അയാൾ കുറെ സ്ട്രാറ്റജി പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ശരിക്കുള്ള ഫൈറ്റ് വരുമ്പോൾ പക്ഷേ അയാൾ മുള്ളിക്കളയാന്നുള്ളത് കാര്യം ഈ എപ്പിസോഡിൽ തന്നെ തീരുമാനമായി. മറ്റേ ചെക്കനുള്ളതുകൊണ്ട് ഈ ചെക്കൻ രക്ഷപ്പെട്ടു. പുതിയ ബ്രൗൺ മുടി കളർ അടിച്ച് വെച്ചിട്ട് രാജാവാണെന്ന് പറഞ്ഞ മൂലക്കെത്തില്ലേ, അവനെ കൊണ്ട് വലിയ ഇതൊന്നും ഉണ്ടാകാൻ പോണില്ല. അവനായിട്ടെങ്കിലും കമ്പ് കൊണ്ടാ വാളുകൊണ്ടാ ചാവും. ബട്ട് പാവം ചെക്കൻ, വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇവിടെ ജനിച്ചും പോയി, വെള്ളം കുടിക്കാനായിട്ട് ജനിച്ചും പോയി, പാവം.
അവൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല. സോ ഓവറോൾ ഈ എപ്പിസോഡ് ലൈക്ക് വെരി ആവറേജ് എപ്പിസോഡ്. കുറച്ച് ഷോക്കിംഗ് ആയിട്ട് എലമെന്റ് തന്നെ. മെയിൻ ഷോക്കിംഗ് നമ്മുടെ ക്രിസ്ത്യൻ ഹോളിന്റെ ഡെത്ത് ആയിരുന്നു. വെരി ഡിസപ്പോയിന്റഡ് ഇൻ ദാറ്റ് ഡെത്ത്. ഒരു കുറച്ചും കൂടി ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടൊന്നും മരിക്കുകയെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറി കൊടുക്കുകയായിരുന്നു. ഇത്രയും നാൾ ഇങ്ങനെ ഓടിക്കിടന്നതിന് നാട് മുഴുവൻ ചുറ്റിയത് എന്ത് ഗുണം? ബൈ. യെസ്, ഇറ്റ്സ് വെരി വെരി ബാഡ്. സോ യാ, ഹോപ്പ്ഫുള്ളി അടുത്ത ചില എപ്പിസോഡൊക്കെ നന്നായിട്ടുണ്ടാണെന്ന് വിചാരിക്കുന്നു. ഇതിന് മുമ്പത്തെ എപ്പിസോഡിന്റെ റിവ്യൂനായിട്ടില്ല, എനിക്ക് വ്യത്യാസമൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഈ ഒരു എപ്പിസോഡിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി. ഐ മീൻ എപ്പിസോഡിൽ എന്തെങ്കിലും കാണണമെന്ന് എനിക്ക് തോന്നി. ബട്ട് ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. സോ നെക്സ്റ്റ് എപ്പിസോഡ് നന്നായിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.